നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുഞ്ഞെന്തിനാ ഈ വേണ്ടാത്ത വേലയ്ക്കൊക്കെ പോകുന്നേ? പൂ കെട്ടാനും തറ ഒരുക്കാനും തീർത്ഥം കരുതി വെക്കാനും ഒക്കെ ഇവിടെ ഞങ്ങളുണ്ടായിരുന്നല്ലോ. എന്നും ഇതൊക്കെ നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നേ? എനിക്കല്പം വിശേഷം ഉണ്ടായെന്ന് വെച്ച് എന്നെ എല്ലാരും കൂടി ഒരു മൂലയിൽ പിടിച്ചിരുത്തുന്നത് എന്തിനാ? എന്തെങ്കിലുമൊക്കെ ജോലി ഞാനും ചെയ്യട്ടെന്നേ. അങ്ങനെ ഇപ്പൊ ഒരു ജോലിയും ചെയ്യണ്ടെങ്കിലോ? അതെ, സുഭദ്ര കുഞ്ഞിന് അല്പകാലത്തേക്ക് വിശ്രമം പറഞ്ഞിരിക്കുന്നത് ഞാനാ. തൃപ്പങ്കോട്ടൊരു രാജകുമാരൻ ജനിക്കുമ്പോ അവനെ നോക്കുക എന്നുള്ളതാണ് ഇനി നിന്റെ ജോലി. അതുവരെ ഞാനും നിന്റെ അനിയത്തിമാരും വീട്ടുകാരും ദേശക്കാരും ഒക്കെ ഉണ്ടാവും, ഏത് സഹായത്തിനും. അതുവരെ എന്റെ പൊന്നു മോളൊന്ന് വിശ്രമിക്കും. എന്താ? അല്ലച്ചാ, ഞാൻ ഒന്നും പറയണ്ട. അച്ഛനിപ്പോ തൃപ്പങ്കോട്ട് അമ്പലത്തിലേക്ക് പോവുക. ചേച്ചിക്കും കുഞ്ഞിനും വേണ്ടി വിശേഷാൽ പൂജയും പ്രസാദ വിതരണവും ഉണ്ടവിടെ. ചേച്ചി ഇപ്പൊ ആരതി ഒഴിഞ്ഞ് അച്ഛനെ യാത്രയാക്കിയാ മതി. വൈകിട്ട് നമുക്ക് ഒരുമിച്ച് പോകാൻ ദർശനത്തിന്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ എന്തു പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എല്ലാവരും കൂടി സംഘടിച്ചു വന്നിരിക്കുകയല്ലേ. അച്ഛൻ നിൽക്ക്, ഞാൻ ആരതി ഒഴിയാം. ആയിക്കോട്ടെ ശ്യാമളേച്ചി. ഈശ്വര, അപശകുനമാണല്ലോ. അതെ, ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഓ, ഇത് കാറ്റെന്തോ കറങ്ങി വീശിയതാണെന്നേ. ഉഴിയല് പൂർത്തിയായതാണല്ലോ. ഇനി ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ കുടുംബത്ത് പോയിരിക്കും. അച്ഛാ, അച്ഛൻ ഇന്നിനി ഒരിടത്തും പോണ്ട. എന്റെ നെഞ്ചില് എന്തോ പെടച്ചില് തോന്നുന്നുണ്ട്. അതെ അച്ഛാ, എന്തോ ദുർനിമിത്തം ഉള്ളതുപോലെ. അയ്യോ മക്കളെ, അത് പറ്റില്ല. തൃപ്പങ്കോട്ട് അമ്പലത്തിൽ മാത്രമല്ല, ആറ്റിൻകരയിൽ ആദികേശവ ക്ഷേത്രത്തിൽ കൂടെ പോകാനായിട്ടാ ഞാൻ എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. അവരെല്ലാം എന്നെ അവിടെ കാത്തിരിക്കും. അത്ര നിർബന്ധമാണെങ്കിൽ ഇന്ന് അച്ഛനോടൊപ്പം എന്റെ ഭർത്താവ് കൂടെ സഹായത്തിന് വന്നോട്ടെ. ഞാൻ പറയാം കൂടെ വരാൻ. ശ്യാമളേച്ചി, അദ്ദേഹത്തിനോട് പറയൂ ഒന്നിങ്ങോട്ട് വരാൻ. അയ്യോ കുഞ്ഞി, അദ്ദേഹം കുറെ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പോയല്ലോ. അമ്മയുണ്ടായിരുന്നു കൂടെ. എനിക്ക് തോന്നുന്നത് അവരും ഏതോ അമ്പല ദർശനത്തിന് പോയെന്നാ. കണ്ടില്ലേ, എല്ലാരും തൃപ്പങ്കോട്ടെ കുഞ്ഞു രാജകുമാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിരിക്കുക. അതിനിടയിൽ ഒരു കർപ്പൂരം അണഞ്ഞു എന്ന് വെച്ച് ഞാൻ ഇവിടെ കയറി ഒളിച്ചിരുന്നാൽ അത് നാണക്കേടാവും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. സംഭവിക്കേണ്ടതേ സംഭവിക്കൂ. അച്ഛൻ പോയിട്ട് വരാം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.